അതേ അമ്മയാ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് നിർബന്ധിച്ചതും. ഇവിടെ താമസിച്ചുണ്ടായാലും നമുക്ക് ഏട്ടത്തി അന്വേഷിക്കാലോ. എന്റെ അർച്ചന കയ്യെത്തും ദൂരത്ത് എവിടെയുണ്ട്. അധികം താമസിക്കാതെ തന്നെ അവളെ ഞാൻ കണ്ടെത്തും. അതിനൊക്കെ ഇനിയും സമയമുണ്ട്. ഏട്ടാ, ഏട്ടന് കഴിക്കാൻ നല്ല ഒന്നാന്തരം കഞ്ഞിയും ചമ്മന്തിയും തോരനും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അച്ഛനും ഞങ്ങളോട് ഇവിടെയാണോ താമസിക്കുന്നേ? അതേലോ. ഇനി മോൾക്ക് എന്നും അച്ഛന്റെ കൂടെ തന്നെ ഉറങ്ങാം. ഇന്ദുട്ടിയുടെ ഞാനും ഉണ്ട്. ഇനി മുതൽ സച്ചേച്ചന്റെ കിടക്കാൻ. അവിടെ മിടുക്കി, നീ ആള് കൊള്ളാലോ. സച്ചി അച്ഛൻ വന്നപ്പോ നിനക്കിപ്പോ ഈ അച്ഛനെ വേണ്ട അല്ലേ? ഇത്രയും നാള് ഞാൻ അച്ഛന്റെ ഇവിടെ കൂടയില് കിടന്നത്. ഇനി കുറച്ച് നാള് സച്ചേച്ചനോടെ കിടക്കാം. വരും മേഡം. ചേച്ചി ഇരിക്കും. മോളെ ആയിരിക്കും. ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടാ വരുന്നത്. അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ഡിസ്ചാർജ് ആയെന്ന്. എന്നാ പിന്നെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി നേരെ ഇങ്ങോട്ട് പോന്നു. വക്കീലിനെ വിളിക്കണമെന്ന് വിചാരിച്ചതാ, പിന്നെ മറന്നുപോയി. സത്യം പറഞ്ഞ മാഡമാണ് സച്ചി ഇവിടേക്ക് തിരിച്ചു വരാനുള്ള കാരണം. അതിന് ഞാനെന്ത് ചെയ്തു? ഇവര് പറഞ്ഞ സത്യ. അനുപേട്ടനും ഇവരെല്ലാരും പറഞ്ഞിട്ടും എനിക്ക് ഈ വീട്ടിൽ വരാൻ കുറച്ച് മടിയുണ്ടായിരുന്നു. പക്ഷേ വക്കീലിന്റെ വാക്കുകള് എന്റെ കണ്ണു തുറപ്പിച്ചു. അപ്പൊ പറയേണ്ടവര് പറഞ്ഞ കേൾക്കാൻ അറിയാം. രക്തബന്ധത്തിന്റെ ശക്തി മറ്റൊന്നിനുമില്ല. ഇപ്പൊ സച്ചിക്ക് വേണ്ടത് നിങ്ങളുടെ സ്നേഹവും കരുതലും തന്നെയാ. അത് മനസ്സിലായതുകൊണ്ടാ സച്ചി തിരിച്ചു വന്നത്. അല്ലാതെ എനിക്കിതിൽ ഒരു റോളും ഇല്ല. സത്യം പറഞ്ഞ മാഡം ഇപ്പോ ഈ വീട്ടിലൊരംഗത്തെ പോലെയാ. ഇത് വക്കീൽ ഫീസ് കൊടുക്കാതിരിക്കാനുള്ള അടവാ കേട്ടോ. വക്കീലെ, അമ്മയുടെ കാര്യം. അമ്മയില്ലാത്ത വീടിനെ കുറിച്ച് ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ജാമ്യം ഉടനെ കിട്ടില്ല മേഡം. അതൊക്കെ കോടതി തീരുമാനിക്കേണ്ട കാര്യങ്ങളാ. ചിലപ്പോ കിട്ടാം, ചിലപ്പോ ബെയിൽ നിഷേധിച്ചെന്നും വരാം. സച്ചിക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിലും ആ സ്ഥാനത്ത് മറ്റൊരാൾ മരിച്ചില്ലേ? അതുകൊണ്ട് കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല. അല്ല, അപ്പോ ജാമ്യം കിട്ടില്ലേ? നമുക്ക് നാളെ ഗൂഗിൾ സാറിന്റെ വീട് വരെ ഒന്ന് പോണം. കേസിന്റെ ചില കാര്യങ്ങള് ഗൂഗിൾ സാറുമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഒരിടത്തും ഒരു പിഴവ് വരാൻ പാടില്ല. എന്നെക്കാളും അത് നിർബന്ധം ഗൂഗിൾ സാറിന് വേണം. എനിക്കെന്റെ അമ്മയെ ജാമ്യത്തിൽ ഇറക്കി തീരൂ. ഞാൻ പറഞ്ഞത് കേട്ട് നിങ്ങളാരും ടെൻഷനൊന്നും അടിക്കണ്ട. എന്ത് ചെയ്തിട്ടാണെങ്കിലും അമ്മയെ നാളെ നമ്മൾ ജാമ്യത്തിൽ ഇറക്കിയിരിക്കും. എന്തായാലും സാർ ഹാജരാവാതിരുന്നത് നന്നായി. എനിക്കത്രയും ടെൻഷൻ കുറഞ്ഞു കിട്ടിയല്ലോ. സച്ചിയുടെ അമ്മയ്ക്ക് ജാമ്യം കിട്ടണമെന്നുള്ളത് എന്റെ കൂടെ ആഗ്രഹമല്ലേ? സാറല്ലാതെ വേറൊരാളും ഇങ്ങനൊരു സഹായം ചെയ്യില്ല. നിയമവും നീതിയും രണ്ടാണ് സച്ചി. നിയമം നടപ്പിലാക്കുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, പക്ഷെ നീതി നടപ്പിലാക്കുന്നത് അവനവന്റെ മനസാക്ഷിക്ക് നിരക്കുന്ന രീതിയിലാവണം. അതാ എന്റെ പോളിസി. അല്ല, വക്കച്ചന്റെ ഓട്ടോപ്സി റിപ്പോർട്ട് കിട്ടിയോ? ഇല്ല സർ, ഇന്ന് തരാന്നാ പറഞ്ഞിട്ടുള്ളത്. അത് കിട്ടിയാലേ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റൂ. FIR-ല് സച്ചിയുടെ അമ്മ വിഷം കലർത്തുന്നത് തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? സത്യം സാറിന് അറിയാല്ല. മരണത്തിന്റെ വക്കിൽ നിന്നാ ഞാൻ രക്ഷപ്പെട്ടത്. അറിഞ്ഞുകൊണ്ടാണെങ്കിൽ അമ്മ അങ്ങനെ ചെയ്യോ സർ? അല്ലെങ്കിൽ തന്നെ അമ്മ എന്തിനു വേണ്ടി അങ്ങനെ ചെയ്യണം? സത്യം അതാണെങ്കിലും നമ്മുടെ പോലീസല്ലേ. പ്രത്യേകിച്ച് അറസ്റ്റ് ചെയ്തത് CI രാജീവ്. അയാളുടെ സ്വഭാവം അറിയാമല്ലോ.
പോലീസ് റിപ്പോർട്ട് സച്ചിയുടെ അമ്മ വിഷം കലർത്തിയെന്ന് തന്നെയാ. അത് സത്യത്തിന് നിരക്കുന്നതല്ലെന്ന് വായിച്ചു നോക്കിയാൽ തന്നെ അറിയാം. ഞാൻ ചില ആർഗ്യുമെന്റ് നോട്ട്സുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. സാറിന് നോക്കിയാല് ഇത് മതി. സർ, ഞാൻ ചില കേസുകളുടെ ഡീറ്റെയിൽസ് കുറിച്ച് വെച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ ആദ്യം ഉപകാരപ്പെടും. ഓക്കെ സർ. ഞാനിപ്പോ വരാമേ. ഞാൻ ഇന്നലെ ഗോകുലിനെ കാണാൻ വന്നിരുന്നു, പക്ഷെ കാണാൻ പറ്റിയില്ല. ആ, പറഞ്ഞു. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്, അതുകൊണ്ടാ വീണ്ടും വന്ന്. ഞാനൊരു മീറ്റിംഗില്ല. സാരമില്ല, ഞാൻ വെയിറ്റ് ചെയ്തോളാം. അകത്തേക്ക് കയറാലോ അല്ലേ? ആ, ഇവരായിരുന്നു അതിഥികൾ. സച്ചി,